നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 498 498. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 498. കഴിഞ്ഞ എപ്പിസോഡിൽ 235 സർഗം അവസാനിപ്പിച്ചു. എന്തായിരുന്നു? രന്തിദേവചരിതം. അതിൽ അവസാനത്തെ ശ്ലോകം 41 എന്തായിരുന്നു? അന്നു മുതൽക്ക് ശരദ്വാജനെന്നു പുകഴ്ന്നോൻ്റെ 2 കുഞ്ഞിനെയും ശന്തനു കൃപയാൽ കാത്തോൻ കൃപനാം ദ്രോണൻ്റെ പത്നിയാം കൃപിയും. അപ്പോൾ കഥ അവസാനിക്കുന്നത് കൃപാചാര്യരുടെയും ദ്രോണാചാര്യരുടെ പത്നിയായിട്ടുള്ള കൃപിയും. അപ്പോൾ അങ്ങനെയാണ് ആ സർഗം അവിടെ അവസാനിപ്പിച്ചത്. ഇനി 236 സർഗം പാണ്ഡവ ഉത്പത്തി. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം മഹാഭാരത യുദ്ധത്തിലെ പ്രധാനികളായിരുന്ന ആ പാണ്ഡവന്മാരെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ഭക്തശിരോമണികളെന്നൊക്കെ വ്യാഖ്യാനിക്കാം. അപ്പോൾ ആ പാണ്ഡവന്മാരുടെ ഉത്പത്തിയെ പറ്റിയിട്ടാണ് ഇനി പറഞ്ഞത്. അപ്പോൾ പറയുന്നു, 1-ാം ശ്ലോകം ദിവോസാത്മജൻ. അതായത് സൂര്യനെ ഉപാസിച്ച്, അല്ലെങ്കിൽ ദിവോസാത്മജൻ, അങ്ങനെയുള്ള ഒരു ശുദ്ധൻ്റെ മകൻ ആത്മജൻ. മിത്രായുസ്സിനാം ചവ്യനൻ മകൻ സുദാസൻ സഹദേവാക്യൻ സോമകൻ 4 വരിങ്ങനെ. 4 മക്കള്. ദിവോസാത്മജൻ, മിത്രായുസ്സിനാം ചവ്യനൻ മകൻ സുദാസൻ സഹദേവാക്യൻ സോമകൻ 4 വരിങ്ങനെ. സോമകൻ 100 പുത്രന്മാർക്കച്ഛനാം ജുന്തു മൂത്തവൻ. അതായത് സോമകന് 100 മക്കള്. അതിൽ മൂത്തവൻ ആരാ? ജുന്തു. ഇളയോൻ പൃഷതൻ തൻ പുത്രനാം ധ്രുവനെന്നവൻ. ആ ധ്രുവൻ്റെ കുട്ടികളാണ് പാഞ്ചാലന്മാരെന്നൊക്കെ പറയും. തൻ മക്കളാം ദ്രൗപദിയും ദൃഷ്ടദ്യുപ്നാധ്യരും നൃപാ. അതായത് ഈ ദ്രുപദ രാജകുമാരനും ദ്രോണരും ഒപ്പം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അപ്പം എന്താണെന്നാ പറയുക, ദ്രുപദൻ രാജാവായി. പക്ഷേ സംഗതി വശാൽ ദ്രോണരെ അതിക്രമിച്ചു എന്നോ, അല്ലെങ്കിൽ താല്പര്യത്തോടു കൂടി പെരുമാറിയില്ല എന്നോ ഒക്കെ കാരണം. അപ്പോൾ ആ ദ്രോണരെ വധിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് ആരെ? ദ്രൗപദി എന്ന് പറഞ്ഞാൽ, അല്ല, ദ്രൗപദി പാണ്ഡവന്മാർക്ക് മക്കളായിട്ട് ഭർത്താവായിട്ട് പോയി. അല്ല, പാണ്ഡവന്മാരുടെ ഭാര്യയായിട്ട് ദ്രൗപദി പോയി. അപ്പോൾ ആ ദൃഷ്ടദ്യുമ്നൻ അല്ലേ കഥ. അപ്പോൾ ഇളയോൻ പൃഷതൻ തൻ പുത്രനാം ധ്രുപദൻ എന്നവൻ തൻ മക്കളാം ദ്രൗപദിയും ദൃഷ്ടദ്യുപ്നാദരും നൃപാ. പിന്നെയോ ദൃഷ്ടദ്യുപ്നാത്മജൻ ദൃഷ്ടകേതു പാഞ്ചാലിരേവരും ആജമീഠനൊരാൾ ഋക്ഷൻ പൗത്രൻ സംവരണാഖ്യനാം അവൻ ഉണ്ടായത് പതിയെന്നു സൂര്യതനൂജയിൽ. അവൻ ഉണ്ടായി തപതി എന്ന് പറഞ്ഞാൽ ചൂട് കൊടുക്കുന്നതെന്ന് അർത്ഥമായി. തപതി എന്നു സൂര്യതനൂജയിൽ, സൂര്യൻ്റെ മകള്. പേർ കേട്ട കുരുഭൂഭാലൻ കുരുക്ഷേത്ര വിധായകൻ. കുരുക്ഷേത്രം
സംവിധാനം ചെയ്ത ആള്. കുരുവിന് പരീക്ഷിത്തും ജന്നുവും നിഷാധാഷ്യനും സുതനുസ്സാണ് രണ്ടാമനാൻ നൃപന് സുഹോത്രനും തന്മകൻ ചവ്യനൻ തൻ പുത്രനാണ് കൃതി എന്നവൻ. കൃതിതൻ പുത്രന് പരിചരൻ വസു ബൃഹദ്രഥൻ കുശാംബ മത്സ്യ പ്രത്യഗ്ര ചേതിവാഖ്യാരൈവരും. ചേതിവൻ ചേതിദേശത്തെ രാജാവ്. വസുവിൻ മക്കളാം ചേതിരാജം പാലിക്കോർകളാം. വസുവിൻ്റെ മക്കളാണ് ചേതിരാജം പാലിക്കണത്. കൃശാശ്വനൃഷഭൻ സത്യഹിതാക്യൻ പുഷ്പവാൻ ജഹു. ഈ കുശാശ നൃഷഭൻ സത്യഹിതാക്യൻ, ആ വാക്കിനൊക്കെ വളരെയധികം പ്രസക്തി ഉണ്ട്. സത്യം ഹിതമാക്കിയിട്ടുള്ളവൻ എന്നർത്ഥം പറയണം, വേണ്ടേ? അപ്പോൾ ബൃഹദ്രഥന് ആദ്യം ഈ മട്ടുണ്ടായൊരു പരമ്പര. ബൃഹദ്രഥന് ആദ്യം ഈ മട്ടുണ്ടായൊരു പരമ്പര. ഇരുഖണ്ഡങ്ങളായുണ്ടായൊരു കുഞ്ഞ് അന്യഭാര്യയിൽ. വലിച്ചെറിഞ്ഞാളവൾ ആ രണ്ടും ദൂരത്തു ചെന്നുടൻ ജര വന്നത് സന്ധിപ്പിച്ചുയർകൊള്ളുന്നു ചൊൽകവേ. അതായത് 2 മാംസപിണ്ഡങ്ങളെയാണ് പ്രസവിച്ചതേ. അതിനെ 2 എണ്ണത്തിനും വലിച്ചെറിഞ്ഞു. അപ്പം ജര എന്ന ഒരു മായാവി സ്ത്രീ വന്നിട്ട് എൻ്റെ എന്താണെന്നാ പറയുക, തപസ്സേതോ എന്ത് വേണമെങ്കിൽ പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം, ജര വന്ന് സന്ധിപ്പിച്ച് ഉയിർകൊള്ളുവിൻ, ജീവിക്കിൻ എന്ന് പറഞ്ഞു. അതാണ് ജരാസന്ധൻ, ജരയാൽ സന്ധിക്കപ്പെട്ടവൻ എന്നർത്ഥം പറയണം. കളിച്ചുകൊണ്ട് എന്താശ്ചര്യം ജരാസന്ധാഖ്യനായവൻ സഹദേവൻ അവൻ പുത്രൻ. പിന്നെ സോമാപിതൻ മകൻ ശുദ്രസ്രവസ് അവൻ പുത്രൻ. പരീക്ഷത്തിന് അപത്യന, ആ പറഞ്ഞ പരീക്ഷത്തിന് കുട്ടികളുണ്ടായില്ല. സുരഥൻ ജന്നു തനയൻ വിദൂരധൻ അവൻ മകൻ. തൻ പുത്രനാം സർവഭൗമൻ ജയസേനൻ അവൻ മകൻ. രാധികാഖ്യൻ അവൻ പുത്രൻ ദ്യുമാനെന്നോനവൻ മകൻ. എനിക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താ ഉണ്ടോ, ഞാൻ ഇന്നലെ ഒരു സൂചന തന്നു. ഈ പദ്യം ഇങ്ങനെ ചെല്ലുമ്പോൾ ചിലവരുടെ പേര് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് പ്രോസ് വായിക്കണം. അപ്പോൾ പ്രോസിന് എവിടെ പോവും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രോസ് ഈ 18 പുരാണത്തിലുണ്ട്. സത്യം പറയാം, എൻ്റെ സംശയങ്ങളൊക്കെ പോയി. എന്താ അങ്ങനെ പറയാൻ കാരണം? സംശയങ്ങൾ പല കാര്യങ്ങൾക്കും സംസ്കൃത ശ്ലോകത്തിൻ്റെ മലയാളം പദ്യമാകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇതിപ്പോൾ പ്രോസ് ആകുമ്പോൾ പിന്നെ മനസ്സിലാവാത്ത പ്രശ്നമില്ല. ഈ ആൾക്കാരേനൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ വായിച്ചു പോവുക, കാരണം ഹൈറാർക്കിയാണ്, നമുക്കതിലൊന്നും ചെയ്യാനില്ല. എന്നാലും അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? കളിച്ചുകൊണ്ട് എന്താ ആശ്ചര്യം ജരാസന്ധാഖ്യനായവൻ സഹദേവൻ അവൻ പുത്രൻ. പിന്നെ സോമാപിതൻ മകൻ ശ്രുതസ്രവസ് അവൻ പുത്രൻ. പരീക്ഷത്തിന് അപത്യനാം സുരഥൻ ജന്നുതനയൻ വിദൂരഥൻ അവൻ മകൻ. തത്പുത്രനാം സർവഭൗമൻ ജയസേനൻ അവൻ മകൻ. രാധികാഖ്യൻ അവൻ പുത്രൻ ദ്യുമാനെന്നോനവൻ മകൻ. രാധികാഖ്യൻ, രാധിക. പിന്നെ ക്രോധനനും ദേവാതിഥി ഋഷി ദിലീപരും പ്രദീപനെന്നുള്ളവനും വഴിക്കു വഴിപുത്രരാം. ദേവാഭിയും ശന്തനുവും ബാഹ്ലീകനും അതേവിധം. ദേവാഭി, ശന്തനു, ബാഹ്ലീകൻ അവരും അതേപോലെ. പ്രദീപാത്മജരാം 3 അച്ഛനെന്നത്ര ഗഞ്ചിയും. ആ 3 അച്ഛൻ എത്ര പറഞ്ഞിട്ടും ദേവാഭിരാജ്യം കൈവിട്ടു കാട്ടിൽ വാണാൻ തപസ്യയായി. ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് കേൾക്കാണ്ട് പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ അയാൾ മിടുക്കനാ. കാരണം എന്താ, അയാൾ വിവാഹം കഴിച്ചില്ല, അയാൾക്ക് കുട്ടികളുണ്ടായിട്ടുമില്ല. അവർ ഭാഗ്യവാന്മാരാന്നാണ് പറഞ്ഞത്. പൂന്താനം പറയുണ്ടായി, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ. പിന്നെ വേറെ ഉണ്ണികൾ എന്തിനാ ചോദിച്ചു.
അതന്നെയാണ് പുമ്യെന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനും പറയാറുണ്ട്. പക്ഷേ ഉണ്ടാവുന്ന മകൻ നരകത്തിലേക്ക് തള്ളിവിടണാവായി തീർന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ദുന്ദുകാരുടെ കഥ എനിക്ക് ഓർമ്മ വരും. എന്താ ദുന്ദുകാരുടെ? അത് ആത്മദേവൻ എന്നുള്ള മഹാനുഭാവൻ പറയും, ഞാനൊരു പടവലം കുത്തിയിട്ടാൽ മുളയ്ക്കില്ല, ഞാനൊരു മത്തൻ കുത്തിയിട്ടാൽ മുളയ്ക്കില്ല, ഞാനൊരു പശുവിനെ വാങ്ങിക്കെട്ടിയാൽ കറക്കില്ല. ഇത്രയൊക്കെ 100 അബദ്ധങ്ങൾ ഉണ്ടെങ്കിലും ദുന്ദുകാരീനെ പോലൊരു മകൻ ഉണ്ടായാലത്തെ സ്ഥിതി എന്താ? അപ്പോൾ കുട്ടികൾ ഉണ്ടാവാതെ ഇരിക്കുകയല്ലേ നല്ലത്. അപ്പോൾ എപ്പോഴും നമ്മൾ സമൂഹത്തിലുള്ള സ്ത്രീ പുരുഷന്മാരെ കുട്ടികളില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. കാരണം ഭാഗവതം പറയണു, അവരെ പൂർവജന്മത്തിൽ വിഷ്ണു പൂജ ചെയ്തവർക്കാണ് ഈ ജന്മം കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കണതെന്നാ. ഞാൻ സത്യം പറഞ്ഞപ്പോൾ 2 കൈയും തലയിൽ വെച്ചു, അഞ്ജലി ബന്ധം ചെയ്ത് ഞാൻ ഭഗവാനെ നമസ്കരിച്ചു. എന്താ കാരണം? ഈശ്വരൻ നമ്മൾക്ക് കുട്ടികളെ തരണില്ലെങ്കിൽ അതിന് കാരണം നമ്മൾ വിഷ്ണു പൂജ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ പുരാണങ്ങൾ വായിക്കുന്നുണ്ട്, പക്ഷെ പോരാ. അതിൻ്റെ ശരിക്കുള്ള അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് വ്യവഹരിക്കണം. ചില സ്ഥലത്തിൽ കുട്ടികളില്ലാത്തവർ വിളക്ക് പിടിക്കാൻ പാടില്ല, ഭർത്താവില്ലാത്തവർ വിളക്ക് പിടിക്കരുതെന്നൊക്കെ പറയും. അതൊക്കെ ആസനം പൊക്കി പട്ടയ്ക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഇവിടെ ഭൗതികത്തിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഭൗതികം വേണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്ക് എന്തിനാ ഭാര്യ, എന്തിനാ ഭർത്താവ്, എന്തിനാ കുട്ടികൾ? ഇപ്പോൾ ശങ്കരാചാര്യർ വിവാഹം കഴിച്ചിട്ടില്ല, എന്നാൽ ശങ്കരാചാര്യർ പറഞ്ഞാൽ കേൾക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നാരായണ ഗുരു. അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശരിക്ക് എല്ലാം വായിച്ച് മനസ്സിലാക്കണം, എന്നാൽ സംശയം ഉണ്ടാവില്ല ജീവിതത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ദേവാഭിയും ശന്തനുവും ബൃഹളാദീകനും അതേവിധം പ്രദീപാത്മചരാം 3 നാൾ അച്ഛനെന്ന് എത്ര കെഞ്ചിയും ദേവാഭി രാജ്യം കൈവിട്ടു കാട്ടിൽ വാണാൻ തപസ്യയായി പിന്നെ ശന്തനുവാം രാജ്യം പരിപാലിച്ചത്. ഊഴിയിൽ ശന്തനുവിനാണ് രാജ്യം പരിപാലിക്കാൻ യോഗം ഉണ്ടായത്. മഹാഭിഷാഖ്യൻ ഇദ്ദേഹം പൂർവജന്മത്തിൽ ഇപ്പോഴും കൈകൊണ്ടു തൊടുകിൽ പോലും യുവാവാം പടുവൃദ്ധനും. ഈ ശന്തനു മഹാഭിഷാഖ്യൻ ഇദ്ദേഹം പൂർവജന്മത്തിൽ ഇപ്പോഴും കൈകൊണ്ട് തൊടുകിൽ പോലും യുവാവാം പടുവൃദ്ധനും. പടുവൃദ്ധൻ കൂടി തൊട്ടാൽ യുവാവാവുന്നാണ് പറഞ്ഞത്. എന്നിട്ടോ ശാന്തിയേകും അടുപ്പോർക്ക്. ആരാണ് ശന്തനുവിനോട് അടുപ്പം കൂട്ടുന്നത് അവർക്കൊക്കെ ശാന്തി. എന്താ പറയുക, യാദേവി സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമഃ. അപ്പോൾ ശാന്തിയേകും അടുപ്പോർക്കും ഇങ്ങനെ ശന്തനുവാം നൃപൻ. ആ ശന്തനു ശാന്തി ഉള്ളവൻ തന്നെ അർത്ഥം. 12 കൊല്ലം ആ നാട്ടിൽ മഴയില്ലാത്ത കാരണം ചോദിക്കേ ചൊല്ലി വിപ്രന്മാർ അഗ്രഭൂക്കല്ലയോ ഭവാൻ. അങ്ങ് എല്ലാം തികഞ്ഞൊരാളാണ്, അതുകൊണ്ട് മഴയില്ലാത്ത സ്ഥലത്ത് അങ്ങ് പോയാൽ മഴയുണ്ടാവും. പരിവേത്ത് വാകയാൽ അങ്ങുടൻ ഏട്ടന്നു നൽകണം. പരിവേത്ത് പരിവേത്താവ് ആകയാൽ, കൂട്ടക്ഷരാണ്. പരിവേത്ത് പരിവേത്താവ് ആകയാൽ അങ്ങുടൻ ഏട്ടന്നു നൽകണം രാജ്യം. ഭക്ത്യാദരത്തോടെ ചെന്നുടൻ തന്നെ ശന്തനു കേണപേക്ഷിക്കലും അതിൽ മുമ്പിൽ താൻ ചില മന്ത്രികൾ. അതായത് അദ്ദേഹം രാജ്യം വേണ്ട എന്ന് പറഞ്ഞിട്ടാണല്ലോ തപസ്സനുഷ്ഠിക്കാൻ പോയത്, അച്ഛൻ പറഞ്ഞത് കേൾക്കാണ്ട്. അങ്ങനെയാണല്ലോ ശന്തനുവിന് കിട്ടിയത്. അപ്പോൾ ചില കുൽസിത ബുദ്ധിമാന്മാർ ശന്തനുവിനെ കൊണ്ട് ഏട്ടന് രാജ്യം കൊടുപ്പിക്കണം എന്ന് പറഞ്ഞത് നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല. അതാണ് 21ാമത്തെ ശ്ലോകത്തിൽ ഇതാണ് എന്നത്തെയും ശാപം എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കാരണം? വിപ്രരെ കൊണ്ടുമതി വിഭ്രംശാപാഷാണ്ഡവാക്കിനാൽ. വിപ്രരെ കൊണ്ട് മതിവിഭ്രംശപാഷാണ്ഡവാക്കിനാൽ വരുത്തി വേദമാർഗത്തിൽ വിരുദ്ധം അവനോദവേ. അതായത് വേദത്തിൽ എന്താണ് എന്ന് നമ്മൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ, വേദത്തിൽ ഇന്നതാണ് എന്നൊരാൾ
അറിയണ കൂട്ടത്തിൽ ശടിച്ചാൽ നമ്മൾ വിചാരിക്കും അത് ശരിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് വേദത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, പുരാണത്തിലും ഇതിഹാസത്തിലും എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു പരിധി വരെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മളെ ആശ്രയമായിട്ട് പോകും, അല്ലെങ്കിൽ നമ്മളെ വഹിക്കും ആൾക്കാർ. അപ്പോൾ അപ്പോൾ അതിന് ഉദാഹരണമാണ്. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, പൂർവജന്മത്തിൽ വിഷ്ണു പൂജ ചെയ്തവനാണ് ഈ ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാവാത്തത്. ഇതാരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താ, എന്നെ സംബന്ധിച്ചിടത്തോളം വായന ഈസ് മൈ ഫോർട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണ്. കാരണം ഒരു കാലത്ത് എനിക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല പുസ്തകങ്ങളൊന്നും വാങ്ങാൻ. ഇപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് അതൊക്കെ വാങ്ങാം എനിക്ക്. കാരണം എന്താ, എത്ര വായിച്ചാലും മതിയാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വിപ്രരെ കൊണ്ടുമതി വിഭ്രശം പാഷണ്ഡവാക്കിനാൽ വരുത്തി വേദമാർഗത്തിൽ വിരുദ്ധം അവനോദവേ രാജൻ അർഹതയാർന്നു വർഷിച്ചു മഴയത്രയും ദേവാഭിയോഗമാർ നിന്ന് കലാപഗ്രാമവാസിയാം. അപ്പം രാജൻ അനർഹതയാർന്ന്, രാജ്യം അർഹതയില്ലാത്ത രീതിയിൽ പോവാത്ത സമയം വന്നപ്പോൾ എന്തുണ്ടായി, വർഷിച്ചു മഴയത്രയും ദേവാഭിയോഗമാർ നിന്ന് കലാപഗ്രാമവാസിയാം കൃതാദിയിൽ ചന്ദ്രവംശം വളർത്തും പുണ്യമേറുവോൻ. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പോൾ കൃതാദിയിൽ ചന്ദ്രവംശം വളർത്തും പുണ്യമേറുവോൻ ബാഹ്ലീകപുത്രനാം സോമദത്തൻ ആത്മജൻ മൂവരും ഭൂരി എന്നവനും ഭൂരിസ്രവസ്സും ശലൻ ഇങ്ങനെ പിന്നെ ശന്തനുവിനുണ്ടായി ഗംഗയിൽ ഭീഷ്മനാം മകൻ. ശന്തനു എന്ന് വെറുതെ പറയില്ല, ശന്തനുവിനുണ്ടായി ഗംഗയിൽ ഭീഷ്മനാം. ഭീഷ്മപിതാമഹൻ്റെ അച്ഛനാണ് ശന്തനു. അദ്ദേഹത്തിൻ്റെ എന്താണെന്നാ പറയുക, കാര്യങ്ങളൊക്കെ ഭീഷ്മപിതാമഹൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ മനോവ്യാധികളില്ലാതെ കണ്ടാക്കാൻ. അപ്പോൾ സർവധർമ്മജ്ഞനാം ദേവവ്രതൻ ഭാഗവതോത്തമൻ. ഭീഷ്മരാരാ? സർവധർമ്മജ്ഞൻ, എല്ലാ ധർമ്മങ്ങളും ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ആളാണ്. അതാണ് ധർമ്മപുത്രരുടെ മാനസിക ഈഷലുകളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ധർമ്മപുത്രരെ ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഉത്തരായനം വന്ന് സ്വച്ഛന്തമായിട്ട് മരണത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ രാജധർമ്മം എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. അതുമാത്രമല്ല, ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലി കേൾപ്പിച്ചു. അപ്പോൾ തൻ്റെ ഭക്തന്മാരെ വാനോളം പുകഴ്ത്തണമെന്നാണ് ആർക്കാഗ്രഹം, ഈശ്വരന്. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അദ്ദേഹം ചെയ്യും. അപ്പോൾ ഭീഷ്മ ഉവാച, ഭീഷ്മൻ പറഞ്ഞ ഭഗവാന്റെ 1000 നാമങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സർവധർമ്മജ്ഞനാം ദേവവ്രതൻ ഭാഗവതോത്തമൻ പോരിൽ പരശുരാമനു പോലും സന്തോഷമേകിയോൻ. ആരാ പരശുരാമൻ? സാക്ഷാൽ ശ്രീഹരിയുടെ ഒരു അവതാരമാണ്. ആ പരശുരാമന് കൂടി സന്തോഷത്തെ കൊടുക്കുമാറ് യുദ്ധനൈപുണ്യമുള്ള ആളാണ്. എന്നിട്ട് ദാസകന്യയിലും പിന്നീടുണ്ടായ ചിത്രാംഗദാഖ്യനും വിചിത്രവീരനും ചിത്രാംഗത ഗന്ധർവനാധ്യനെ. ദാസകന്യയിൽ ആർക്ക്? ഈ ശന്തനുവിന് ദാസകന്യയിൽ കുട്ടിയുണ്ടായിട്ടുണ്ട്. കന്യയിലും പിന്നീടുണ്ടായ ചിത്രാംഗദാഖ്യനും വിചിത്രവീരനും ചിത്രാംഗത ഗന്ധർവനാഥനെ കൊന്നാൻ അതേ ദാസകന്യയിങ്കൽ വിഷ്ണംശമാൻ മഹാൻ പരാശരങ്കൽ നിന്നുണ്ടായവനാം വ്യാസമാമുനി. അപ്പോൾ ആ ദാസകന്യയിൽ തന്നെയാണ് വിഷ്ണുവംശമായിട്ടുള്ള പരാശര മഹർഷി. ആരാ പരാശര മഹർഷി? വേദവ്യാസരുടെ അച്ഛൻ. അപ്പോൾ പരാശരങ്കൽ നിന്നുണ്ടായവനാം വ്യാസമാം മുനി കൃഷ്ണദ്വൈപായനൻ സാക്ഷാൽ വേദങ്ങൾ വിഭജിച്ചവൻ ശ്രീമൽ ഭാഗവതം പൈലാദ്യർക്ക് നൽകാതെത്രയും ഗുഹ്യമാവുകയാൽ അമ്പാർനെനിക്ക് എന്നച്ഛനേകിനാൻ. ബലത്താൽ കാശിരാജാവിൻ പുത്രിമാരിരുപേർകളെ അവർക്ക് പേര് അംബികയും അംബാലികയുമെന്നുമാം. ബലത്താൽ
ആരെ ഭീഷ്മപിതാമകൻ തൻ്റെ കരഭുജത്തിൻ്റെ ബലത്തിൽ കാശിരാജാവിൻ്റെ പുത്രിമാർ രണ്ടാൾക്കാരേനെ അംബികയും അംബാലികയും എന്നുമാം സ്വയംവര സദസ്സിങ്കൽ നിന്ന് ഭീഷ്മൻ മഹാഭുജൻ, നീണ്ട കൈയുള്ളവെന്നൊക്കെ അർത്ഥം പറയാം, ബലിഷ്ഠൻ കൊണ്ടുവന്നേകിനാൻ ഭ്രാതാവിന്നെ ആളതിൽ ഭ്രാതാവിന്നയാൾ അതിലമ്പടൻ. എന്താ അതിലമ്പടൻ എന്ന് പറഞ്ഞാൽ മോശ സ്വഭാവമായിരുന്നു. ക്ഷയം പിടിക്കയാൽ ആയുസ്സറ്റു വേഗം മരിച്ചു പോയി വിചിത്രവീരനാം ജ്യേഷ്ഠൻ. പത്നിമാർ 3 പേരിലും ധൃതരാഷ്ട്രൻ പാണ്ഡു പിന്നെ വിതുരർ 3 പേർക്കുമാം ജന്മം നൽകിയതൻ താതൻ അമ്മ തന്നാജ്ഞകാരണം. അതായത് സുഖബ്രഹ്മവർഷി പരീക്ഷത്തിനോട് കഥ പറയാണ്. എൻ്റെ അച്ഛൻ വേദവ്യാസര് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദർ TB വന്ന് മരിക്കുക കാരണം അമ്മയുടെ വാക്ക് ദേവവാക്യാക്കി എടുത്തിട്ട് അവരിൽ 3 കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചു. അതാണ് ധൃതരാഷ്ട്രര്, പാണ്ഡു ആൻഡ് വിതുരര്. ഇതൊന്നും അറിയാതെ കണ്ടാണ് നമ്മൾ ഭാഗവതം പഠിച്ചു, രാമായണം പഠിച്ചു എന്നൊക്കെ പറയും നമ്മൾ. അല്ലെങ്കിൽ നാരായണീയം ടീച്ചറാണ്, മാഷാണ്. അപ്പോൾ ധൃതരാഷ്ട്രൻ പാണ്ഡു പിന്നെ വിതുരൻ 3 പേർക്കുമാം ജന്മം നൽകിയതൻ താതൻ അമ്മ തന്നാജ്ഞകാരണം. ഇതിൽ നിന്ന് നമ്മളൊരു ഗുണപാഠമാണ്. അമ്മ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യണം, അച്ഛൻ എന്ത് പറഞ്ഞാലും ചെയ്യണം. അതിന് പിന്നെ പരശുരാമനോട് അമ്മ രേണുകേനെ തലവെട്ടാൻ പറഞ്ഞു, വെട്ടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ 3 ആളുണ്ട്, അവരോട് പറഞ്ഞു, അവർ വെട്ടിയില്ല. അവരേനും വെട്ടാൻ പറഞ്ഞു, വെട്ടി. അപ്പോൾ പരശുരാമൻ എന്തറിയാം, തൻ്റെ അച്ഛൻ മഹാകേമനാണെന്നും അച്ഛനെ സന്തോഷിപ്പിച്ചാൽ വരം വാങ്ങിക്കൊള്ളാൻ പറയുന്നു. ആ വരം എന്തായിരുന്നു, അമ്മയും ഈ മരിച്ചു കിടക്കുന്ന സഹോദരന്മാരും ജീവിച്ച് വരണം, ഞാൻ ഇങ്ങനെ ഒരു അക്രമം ചെയ്തു എന്നുള്ളത് അവർ തോന്നരുത് എന്ന്. അതാണ് വെറുതെ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ എന്നല്ല പറഞ്ഞത്. അതിൻ്റെയൊക്കെ ഒരു സാങ്കത്യം, ഡെപ്ത്നെസ്, ഓരോ കാര്യത്തിൻ്റെയും ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ധൃതരാഷ്ട്രനു ഗാന്ധാരിയെങ്കിൽ 100 ആൺകിടാങ്ങളാം. ആദ്യം ദുര്യോധനൻ 101-ാമതാം ദുശ്ശളാഖ്യയും. 101-ാമത്തെ ദുശ്ശള എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. ശാപത്താൽ തൊട്ടിടാ പാണ്ഡു മഹാരാജാവിനൊരു ശാപം കിട്ടി. ഭാര്യമാർ 2 ആളുണ്ട്, ഒന്ന് കുന്തിദേവിയും ഒന്ന് വേറൊരു പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, മാദ്രി. അപ്പോൾ പിന്നെ ഈ ഭാര്യമാരെ തൊട്ടാ തല പൊട്ടിത്തെറിക്കുന്ന, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടായത് ചോദിക്കും, അതിനൊക്കെ ഉത്തരം പറയണം. അപ്പോൾ ഈ കുന്തിദേവി പിന്നെ ദുർവാസാവ് മഹർഷീനെ പരിരക്ഷിച്ചു പോരുക കാരണം, അതായത് ചാതുർമാസ്യം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വലിയ വലിയ അരമനകളിൽ ഋഷീശ്വരന്മാർ പോയി താമസിക്കും. അപ്പോൾ അവരെ കന്യകമാരെ കൊണ്ടാണ് ഉപചരിക്കുക. എന്തിന്? അവർക്ക് സദ്ബുദ്ധി ഉണ്ടാവാൻ, ഈശ്വരോപാസനയുടെ കൗതുകങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് ആശീർവാദങ്ങൾ കിട്ടാനും. അതുകൊണ്ടാണ് 101-ാമതാം ദുശ്ശളാഖ്യയും ശാപത്താൽ തൊട്ടിടാ പാണ്ഡു കുന്തിദേവിയിൽ ഇങ്ങനെ യുധിഷ്ഠിരാദ്യരാം ധർമാനിലേന്ദ്രാത്മജന്മാർ 3. ധർമ്മൻ, അനിലൻ, ഇന്ദ്രാത്മജൻ. അതായത് ധർമ്മപുത്രരെ ഭീമൻ, അർജുനൻ. അപ്പോൾ അതിൽ 3, 4, 5 മന്ത്രം കൊടുത്തതേ. ഒരു മന്ത്രം കർണൻ ഉണ്ടാവാൻ വേണ്ടി എന്തുണ്ടായി, സൂര്യഭഗവാനെ ഉദ്ദേശിച്ചു ജപിച്ചു. അപ്പോൾ സൂര്യൻ ബ്രാഹ്മണ വേഷധാരിയായിട്ട് വന്ന് കുന്തിദേവീനെ പുലുകി ഒരു കുട്ടി ഉണ്ടായിരുന്ന കഥ. ആ കുട്ടീനെ ആരും അറിയാതെ കണ്ട് ഒരു പേടകത്തിലാക്കി നദിയിലൊഴുക്കി. അത് അതിരഥനായിരിക്കുന്ന ഒരു സൂതന് തെരുതിളക്കാരന് കിട്ടി, രാധേയൻ എന്നൊക്കെ പറയും. ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർമ്മയിലുണ്ടാവണമെന്ന് വിചാരിച്ച് പറയാം കേട്ടോ, അല്ലാണ്ട് എനിക്കൊക്കെ അറിയുമെന്ന് വിചാരിച്ചിട്ടല്ല. ശ്രമിക്കുകയാണ് ഞാൻ, എന്താ ഇപ്പം ചെയ്യുക, വയസ്സുകാലത്ത്
ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം. അപ്പോൾ മാദ്രിക്ക് അശ്വിനി ദേവന്മാരിൽ നകുലൻ സഹദേവനും അഞ്ചാൾക്കും പുത്രരായ അഞ്ചാം കൃഷ്ണയ്ക്ക് അവർ മരിച്ചുപോയി. പുത്രർ അഞ്ചാം കൃഷ്ണയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃഷ്ണ എന്ന് പറഞ്ഞാൽ പാഞ്ചാലിക്ക് അവർ ഭാര്യയായി. മരിച്ചു പോയി. പ്രതിവിന്ധ്യാധ്യരാം മക്കൾ അവർക്കുണ്ട് അന്യഭാര്യയിൽ. നിൻ താതനാം മഹാവീരൻ അഭിമന്യു സുഭദ്രയിൽ. അർജുനന് ശ്രീകൃഷ്ണ സഹോദരിയായിരിക്കുന്ന സുഭദ്രയിൽ ഉണ്ടായതാണ് പരീക്ഷത്തേന്ന് എൻ്റെ അച്ഛൻ. നിൻ താതനാം മഹാവീരൻ അഭിമന്യു സുഭദ്രയിൽ പിറന്നാൻ അർജുനനിൽ നിന്നവന് ഉത്തരയിങ്കൽ നീ. നിൻ കുമാരകരാം നാലാൽ നിൽക്കും ഈ ജനമേജയൻ ശ്രുതസേനൻ ഭീമസേനൻ വീര്യവാൻ ഉഗ്രസേനനും അങ്ങയെ തക്ഷകൻ ദംശിച്ചെന്നോർത്ത് ജനമേജയൻ കോപം പൂണ്ടത്രയോ സർപ്പങ്ങളെ ഹോമിക്കും അഗ്നിയിൽ. വരാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ട് പറയാണ്. വാട്ട് എ ബ്യൂട്ടി! എന്താ അങ്ങനെ എഴുതിയത്? എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിട്ടല്ല, അങ്ങനെ എഴുതി. അങ്ങയെ തക്ഷകൻ ദംശിച്ചെന്നോർത്ത്. അവിടെ അണ്ടർസ്റ്റുഡാണ്. അങ്ങയെ തക്ഷകൻ ദംശിച്ചെന്നോർത്ത്. തക്ഷകൻ ദംശിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പരീക്ഷത്തിൻ്റെ ജഡത്തിനെയാണ് ദംശിക്കാൻ പറ്റിയുള്ളൂ, ജീവനോടെ കൊല്ലാൻ പറ്റിയില്ല. കാരണം എന്താ? മോക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. ശുഖബ്രഹ്മർഷിയാൽ പറഞ്ഞ ആ സപ്താഹത്തിൻ്റെ പിന്നെ ഗാംഭീര്യം കൊണ്ട് അദ്ദേഹം മോക്ഷം വാങ്ങി കിട്ടി അദ്ദേഹത്തിന്. ഇതുകൊണ്ടൊക്കെയാണ് ഞാനൊരു പ്രൊഫഷണലായി തീരട്ടെ എന്ന് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന എൻ്റെ ഗുരുനാഥൻ എന്നെ ഉപദേശിച്ചത്. എപ്പോഴും അമേച്ചറായിട്ടിരുന്നാൽ മതി, പ്രൊഫഷണലായിട്ട് പോണ്ട. കാശിന് ദൊര വേണ്ടടാ ചെറുക്ക എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അദ്ദേഹം 95. ശരിയാണത് അല്ലേ? 95 എന്ന് പറയുമ്പോൾ 30 കൊല്ലം ആവാനാണ് പോണത്. വലിയൊരു സുഹൃത്ത് ബന്ധം. ഈ കർക്കിടക മാസം വന്നാൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 30 കൊല്ലാവാനാണ് പോണത്. എന്താ കഥ! എനിക്കിന്നൊരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സ് ചെറുശ്ശേരിൽ ആർ കരുണാകരൻ പിള്ള മുഖാന്തരാണ്. ഞാൻ എന്താണോ അത് അങ്ങനെ തന്നെ വേണം പറയാൻ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ കഥാമൃതമൊക്കെ പറയാനുള്ള ഓജസ്, ധൈര്യം എവിടുന്ന് കിട്ടി? അദ്ദേഹത്തിൻ്റെ ആശീർവാദം, വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറയണു, അതെ, അങ്ങയെ തക്ഷകൻ ദംശിച്ചെന്നോർത്ത് ജനമേ ജയൻ കോപം പൂണ്ടത്രയോ സർപ്പങ്ങളെ ഹോമിക്കും അഗ്നിയിൽ. പിന്നീട് രുരനെന്നങ്ങുമ്പുകൾ പൂണ്ടമുനീന്ദ്രന്. രുരു എന്നാണ്, രുരൻ. അതായത് ഈ സർപ്പയജ്ഞം തീർക്കാനുള്ള ആദേശം അദ്ദേഹത്തിനാണ്. പിന്നീട് രുരുനെന്നങ്ങുമ്പുകൾ പൂണ്ടുമുനീന്ദ്രനെ ആചാര്യനായി വരച്ച അശ്വമേധങ്ങൾ വിധിപൂർവകം ജയിക്കും പേരിനും യജിക്കും എന്നാണ്. ജയിക്കല്ല, യജിച്ചാൽ ജയിക്കാം, അത്രയേ ഉള്ളൂ. യജിക്കും പേരിനും മറ്റും വേണ്ടിയല്ല അന്യഭൂപരെ വാക്കാൽ തന്നെ വശത്താക്കും മഹാശയൻ അവൻ മകൻ. വാക്കാൽ എല്ലാവരെയും സ്വാധീനമാക്കുക അദ്ദേഹം. അത്രയും വാഗ്ഭംഗിയുള്ള ആളാണ്. ശാതനീകൻ അവനേകം യാജ്ഞവൽക്യൻ ഋഷി വേദവും അസ്ത്രജ്ഞാനം കൃപാചാര്യൻ വിജ്ഞാനം ശൗനകാഖ്യനും. ശൗനകൻ എന്ന് പറയുന്ന സൂതനാണ് എന്ത് കൊടുക്കുക? വിജ്ഞാനം, വിശേഷപ്പെട്ട അറിവ് കൊടുക്കുക. സഹസ്രാനീകനാം പിന്നെ അടുത്തോനശ്വമേധജൻ അസീമ കൃഷ്ണൻ തൻ പുത്രൻ നേമിചക്രൻ അവൻ മകൻ. നേമിചക്രൻ അവൻ മകൻ. ഗംഗാനദിയിൽ മുങ്ങിയിടും അക്കാലം ഹസ്തിനാപുരം. എല്ലാം ഉണ്ടായതൊക്കെ നശിക്കുന്നു പറഞ്ഞതിൻ്റെ ഒരു തെളിവാണത്. ഗംഗാനദിയിൽ മുങ്ങിയിടും അക്കാലം ഹസ്തിനാപുരം. കൗശാംബി നഗരത്തിങ്കൽ വാഴും മാ നൃപപുങ്കവൻ തൻ മകൻ ചിത്രരഥനാം പിന്നെ കവിരഥാക്യനാം തൻ പുത്രൻ വൃഷ്ടിമാനെന്നോ നടുത്തതു സുഷേണനും.
സുനീധനം നൃചക്ഷുസു സുഖീ നളൻ നൃപാലകൻ പരിപ്ലാവാഖ്യൻ മേധാവി സുനയാഖ്യൻ നൃപഞ്ചയൻ ദുർവൻ പിന്നീട് തിമിയും ബൃഹദ്രഥ സുദാസരും ശാതനീകൻ ദുർദമൻ ആവഹീനരുമങ്ങിനെ ദണ്ഡപാണി നിമി ക്ഷേമകൻ മാരീ നൃപരേവരും ജനമേ ജയവംശത്തിലുള്ളോരാം പൂജരത്രയും കലികാലത്തിൽ ഈ വംശം ക്ഷേമകൻ വരെ മാത്രമല്ല. ഇപ്പം 49 ഇനി എന്താ, 6 ശ്ലോകം കൂടി ഉണ്ട്, അതുകൂടി കഴിക്കുക. എന്നാൽ ഈ സർഗട് കഴിയണം, മനസ്സിലായില്ലേ? ഇനി മാഗധ വംശത്തിൽ വരാൻ പോവോരേ ഓതിടാം. ഫ്യൂച്ചർ ടെൻസ് ആണ്, ഇനി വരാൻ പോകുന്നവരെ പറയാം എന്നാണ് പറഞ്ഞത്. ഇനി മാഗധ വംശത്തിൽ വരാൻ പോവോരേ ഓതിടാം. സഹദേവസുതൻ മാർജാരിതൻ പുത്രാധരാം നൃപ ശ്രുതസ്രവസ്സും അയുധായുസ് ശ്രുതസ്രവസ്സും അയുധായുസ് മാനീരമിത്രനും ആനിരമിത്രനും സുനക്ഷത്രൻ ബൃഹൽസേനൻ കർമ്മജിത്തും ശ്രുതഞ്ജയൻ അവൻ്റെ പുത്രൻ സുജിയാമവൻ ബ്രാഹ്മണനായി വരും. ഇതിന്ന് പാഠം പഠിക്കണം. എന്താ, ഇവരൊക്കെ ക്ഷത്രിയന്മാരാണ്, പക്ഷേ ബ്രാഹ്മണനായി വരും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവണമെന്ന് പറയാൻ നമ്മൾക്ക് ധൈര്യം വേണം. സ്ത്രീ, അതായത് ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ചുണ്ടാവണമെന്നല്ല, ബ്രാഹ്മണൻ കർമ്മം കൊണ്ടാണ്. ഇത് പറഞ്ഞാൽ ചിലവർ നമ്മളെ കണ്ണുരുട്ടി കാണിക്കും. അതിലൊന്നും നമ്മൾ മയങ്ങേണ്ട ആവശ്യമില്ല. സത്യാവസ്ഥ എന്താ വെച്ചാൽ അത് പറയാം. ഭാഗവതം പറയണു, അവൻ്റെ പുത്രൻ ശുചിയാമവൻ. ആ പേരെന്നെ ശുചി എന്ന് പറയുന്നത് വൃത്തി എന്നാ. മനസ്സിനും ശരീരത്തിനും വൃത്തി ഉണ്ടായാൽ അവൻ ബ്രാഹ്മണൻ തന്നെയാവും. ബ്രാഹ്മണനായി വരും തന്മകൻ ക്ഷത്രിയൻ ക്ഷേമന്നവൻ ഉണ്ടായി സുവ്രതൻ ധർമ്മസൂത്രൻ ദ്യുമൽസേനൻ പിന്നെ സുമതി തൻ മകൻ സുബലനും സുനീതാഖ്യൻ സത്യജിത്താണവൻ മകൻ വിശ്വജിതാഖ്യൻ പിന്നീടുണ്ടായോനാം രിപുഞ്ചയാഖ്യൻ നൃപൻ കലിയിലുൺ ഇങ്ങനെ വാഴും മാഗധഭൂപാലാർ 1000 വർഷം. അപ്പം കലികാലത്ത് ഇങ്ങനെ മാഗധഭൂപാലന്മാർ വാഴും എന്ന് പറഞ്ഞ് 55-ാമത്തെ ശ്ലോകം കൊണ്ട് ആ സർഗം കഴിഞ്ഞു. ഏത് പിന്നെ 236 ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ വിഭൂതികാണ്ഡേ ഷൽത്രിംശാധികദ്വിശതമ സർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമ്മൾ പറയാൻ പോകുന്ന സർഗം 499. ശ്രദ്ധിക്കുക, 499 യദുവംശം. അതായത് ഈ ഒരു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണാവതാര സൂചന ആണ് പിന്നെ വരുന്നത്. കഥ ദശമസ്കന്ധത്തിലേക്ക് പോവുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് അത് കുറച്ച് വലിയ അതെ, അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ലീലാകാന്ഡം ഭഗവാന്റെ ചരിത്രങ്ങളാണ്. ദശമസ്കന്ധത്തിലേക്ക് പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 499 500 അതെ 500-ാം എപ്പിസോഡ് 501 ആവും ശ്രീകൃഷ്ണൻ്റെ ഇതിലേക്ക് എത്തുമ്പോൾ. എന്തായാലും താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കണം. ഭഗവാന് 6-7 കൊല്ലം തുടർച്ചയായിട്ട് പിന്നെ മേൽശാന്തിയായിട്ട് ജോലി ചെയ്തിട്ട് സഗുണോപാസന കൊണ്ട് കാര്യമില്ല എന്നുള്ള താത്വികമായ വിഷയത്തെ മനസ്സിലാക്കി ഭഗവാനെ നിരാകാരത്തിൽ അനുഭവിക്കാനുള്ള ത്വരിത കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സമ്പാദ്യമുള്ള ഗുരുവായൂരപ്പൻ്റെ പിന്നെ പ്രീസ്റ്റ് എന്നുള്ള അവിടുന്ന് രാജിവെച്ച് ഒഴിഞ്ഞത്. ഇതൊക്കെ നമ്മൾക്ക് ഗുണപാഠമായിരിക്കണം. കടിച്ചു തൊങ്ങല്ല വേണ്ടത്.
മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധിക്കും, മറ്റുള്ളവർക്ക് മുക്തി ലഭിപ്പിക്കാനുള്ള കാര്യം കൂടി നമ്മൾ ചെയ്യണം. അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.